റീല് ചിത്രീകരിക്കുന്നതിനായി സുഹൃത്തുക്കൾക്ക് മുന്നിൽ തുംഗഭദ്ര നദിയിലേക്ക് എടുത്തു ചാടിയ യുവ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഹൈദരാബാദ് സ്വദേശിനിയായ വനിതാ ഡോക്ടർ അനന്യ റാവുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കർണാടകയിലെ കോപ്പാള ജില്ലയിലെ ഗംഗാവതിയിലാണ് സംഭവം. അവധി ആഘോഷിക്കാനെത്തിയ ഡോക്ടർ അനന്യ റാവു ആണ് നദിയിൽ മുങ്ങിപ്പോയത്. ഡോക്ടർ അനന്യ റാവുവും മറ്റു രണ്ട് സുഹൃത്തുക്കളായ സാത്വിക്, ഹർഷിത എന്നിവർ വിനോദയാത്രയ്ക്കായി എത്തിയതായിരുന്നു. തുടർന്നാണ് ഇവർ തുംഗഭദ്ര നദിയിൽ നീന്താൻ പോയത്. ഇതിനിടെ അനന്യ റാവു 25 അടി ഉയരമുള്ള ഒരു പാറക്കെട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി നീന്താൻ ശ്രമിച്ചു. പാറയിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി കുറച്ചുനേരം വെള്ളത്തിൽ നീന്തിയെങ്കിലും അനന്യ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഈ സമയം സുഹൃത്തുക്കൾ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. നദിയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചതിനാലാണ് അവർ ഒലിച്ചുപോയതെന്നാണ് നിഗമനം. അണക്കെട്ട് തുറന്നതിനെ തുടർന്ന് ജലപ്രവാഹം ഉയർന്നതിനാൽ ചാടരുതെന്ന് അവിടെയുള്ളവർ അവരെ ഉപദേശിച്ചതായി പറയപ്പെടുന്നു. ചാടിയ ശേഷം അവർ പാറകളിൽ കുടുങ്ങിയിരിക്കാമെന്ന് കരുതപ്പെടുന്നു. പാറക്കെട്ടുകളുള്ള ഭൂപ്രകൃതിയും 1 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് വെള്ളം ഒഴുകുന്നതിനാലും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ടു. കാണാതാകുന്നതിന് തൊട്ടുമുമ്പ് അവരുടെ സുഹൃത്തുക്കൾ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോയിൽ അവർ ചാടാൻ തയ്യാറാകുന്നത് കാണാം. ഹൈദരാബാദിലെ നമ്പള്ളിയിൽ താമസിക്കുന്ന അനന്യ മോഹൻ റാവു VKC ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്.